ഹദീസ് സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ പോകൂല എന്ന് ഹദീസ് ഉണ്ട്. അപ്പൊ ആരൊക്കെയാ സ്വർഗത്തിൽ പോകാത്തവർ? ചെറിയ മുണ്ടം പോകുന്ന പ്രശ്നമില്ല. പിന്നെ ആര്? അബ്ദുറഹ്മദിന് പോണ പ്രശ്നമില്ല. പിന്നെ പോണവരാരാ? കരുമ്പിലാക്കല്. പിന്നെ ആരാ? അതുപോലെ തന്നെ അലി. പിന്നെ വേറെ ആരാ? പിന്നെ സലാസുല്ലമി. അവരൊക്കെ മാത്രം സ്വർഗത്തിൽ പോകും. സ്വന്തം ഗ്രൂപ്പിലുള്ള ഇപ്പറഞ്ഞ ആളുകൾ പോലും സ്വർഗത്തിൽ പോകൂല. നിങ്ങൾ നോക്കൂ, വിവരമുള്ളവർ, അറിവുള്ളവർ, കിതാബോധിയവർ ഈ നാട്ടിലുണ്ട്. ആ വിവരമുള്ളവർ ആ ഹദീസ് അദ്ദേഹം പറഞ്ഞു ദുർവ്യാഖ്യാനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. അതിനർത്ഥം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇനി ഹദീസ് കേൾക്കണോ നിങ്ങൾക്ക്? ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദിലെ 10684 10684 നമ്പർ എടുത്തോ. ഹദീസ് നിഷേധികൾ എന്ന് പലരെ കുറിച്ചും നിങ്ങൾ പറയാറുണ്ടല്ലോ. എങ്കിൽ മുസ്നദ് അഹ്മദിൽ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അബീ സഈദിൽ ഖുദരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത സാഹിബു 50. 5 വിഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുദിമിനു ഖംരിൻ, കള്ളുകുടിക്കുന്നവൻ, മുഴുകുടിയൻ. വലാ മുഅ്മിനും ബിസിഹിരിൻ, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ. വലാ ഖാതിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. വലാ കാഹിനുൻ, ജോൽസ്യൻ. വലാ മന്നാനുൻ, ചെയ്തു കൊടുത്ത അനുഗ്രഹം എടുത്തു പറയുന്നവൻ. ഇതേ ഹദീസ് 26212 നമ്പർ 26212 11355 ഈ നമ്പറുകളിൽ വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് വസ്തുത. കണ്ടോ? അപ്പൊ എന്താ പറഞ്ഞത്? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 5 കൂട്ടക്കാർ സ്വർഗത്തിൽ കിടക്കില്ല. എന്താണത്? 1 മുദ്മിനു ഖംർ, കള്ളുകുടിയൻ. 2 വലാ മുഅ്മിനും ബിസിഹിരിൻ, ഇയാൾ അർത്ഥം കൊടുക്കുന്നത് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവൻ. വലാ ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. വലാ കാഹിൻ, ജോൽസ്യൻ. വലാ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നവൻ. അവൻ സ്വർഗത്തിൽ കിടക്കൂല. അപ്പൊ സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ച സ്വർഗത്തിൽ കിടക്കൂല എന്ന് ഹദീസ് ഉണ്ട്. അതുകൊണ്ടാണ് സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കാത്തത്. അതെവിടെ ഉണ്ട്? മുസ്നദ് അഹ്മദിലുണ്ട്. ഇയാള് പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം അഹ്മദും സ്വർഗത്തിൽ കിടക്കൂല. കാര്യം എന്താ? അതേ മുസ്നദ് അഹ്മദിൽ തന്നെ 1488 ഹദീസ്, 23004 ഹദീസ്, 23165 ഹദീസ്. ഈ ഹദീസിലൊക്കെ പറയുന്നത് എന്താ? അതിലൊരു ഹദീസിൽ പറയുന്നത് സുഹറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുഖയ്യലു ഇലൈഹി അന്നഹു ഖദ് സനഅ ശൈഅൻ വലം യസ്നഉഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ചെയ്തു. ആര്? ഒരു ജൂതൻ. നബിക്ക് അത് മുഖാന്തരം ചില തോന്നലുകൾ ഉണ്ടായി. ചില കാര്യം ചെയ്തു, പക്ഷെ അത് ചെയ്തിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന തോന്നലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി എന്ന ഹദീസ് അതേ മുസ്നദ് അഹ്മദ് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ രാവിലെ അജുവാക്കാരക്ക 7 എണ്ണം കഴിച്ചാൽ ലം യദുറഹു ദാലികൽ യൗമ സുമ്മുൻ വലാ സിഹർ, ആ ദിവസം അവന് വിഷം തീണ്ടുകയില്ല, സിഹിർ ഫലിക്കുകയുമില്ല എന്ന് പറയുന്ന ഹദീസ് അതേ മുസ്നദ് അഹ്മദ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതൻ സിഹിർ ചെയ്തു എന്ന ഹദീസ് സുദീർഘമായി തന്നെ അദ്ദേഹം വീണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോ രണ്ടും ഒരേ കിതാബിൽ തന്നെ. അപ്പൊ ഇമാം അഹ്മദും സ്വർഗത്തിൽ പോകൂല. കാര്യം എന്താ? അത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ്. നബിക്ക് സിഹിർ ഫലിച്ചു അല്ലെങ്കിൽ ജൂതൻ സിഹിർ ചെയ്തു എന്ന് പറയുന്ന ഹദീസ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സ്വർഗത്തിൽ പോകൂല. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ അർത്ഥം? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ എന്നാണോ? അല്ല, സിഹിറിൽ വിശ്വസിക്കുന്നവൻ എന്നാണ്. സിഹിറിൽ വിശ്വസിക്കുന്നവൻ, മുഅ്മിനും ബിസിഹിർ, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവനല്ല, സിഹിറിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ കിടക്കൂല. ഒരാൾ സിഹിറിൽ വിശ്വസിച്ചാൽ സ്വർഗത്തിൽ കിടക്കൂല. ഒരാൾ തന്റെ ജീവിത പ്രശ്നങ്ങളിൽ നേരെ പോണ ജോത്സ്യനടുക്കലേക്കാണ്. എന്നിട്ട് എന്താണെന്ന് അറിയണം അയാൾക്ക്. അതിലയാൾ വിശ്വസിക്കുകയാണ്. അയാൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞതിനെ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന വ്യാജാർത്ഥം വെച്ച്, കള്ളാർത്ഥം വെച്ച് റഊഫ് മദനിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി.
ചെറിയ മുണ്ടത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, ഇമാം അഹ്മദിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, ഇമാം ബുഖാരിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, ഇമാം മുസ്ലിമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, സഹാബത്ത് മുഴുവനും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, താബികളെയും തബഉത്താബികളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. കരിമ്പുലിക്കും അതുപോലെ അലിമുല്ലക്കും സലാം സുല്ലമിക്കും മാത്രം സ്വർഗത്തിൽ കയറിപ്പറ്റാമെന്ന പൂതി അത് നടപ്പാവുകയില്ല. ലോകത്ത് സഹാബത്ത്, താബികൾ, തബഉത്താബിയങ്ങൾ, മദ്ഹബിന്റെ ഇമാമുമാർ, മുഹദ്ദിസുകൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, തുർമുദി, ഇബ്നു മാജ, അഹ്മദ്, അവിടെ നിങ്ങോട്ടുള്ള ലോകപ്രസിദ്ധരായ അറിയപ്പെട്ട മുഹദ്ദിസുകൾ മുഴുവൻ ഉദ്ധരിച്ച് അവർ മുഴുവൻ പഠിപ്പിച്ച ഒരു കാര്യം, അത് വിശ്വസിച്ചാൽ, അത് പറഞ്ഞാൽ അവർ സ്വർഗത്തിൽ കിടക്കൂല. നബി പറഞ്ഞിട്ടുണ്ട് പോൽ. എന്നിട്ടോ മുഅ്മിനും ബിസിഹറിന്റെ അർത്ഥം പറയുന്നത് എന്താ? മുഅ്മിനും ബിസിഹറിന്റെ അർത്ഥം പറയുന്നത് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവൻ. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? പുത്തനത്താണെങ്കിൽ ഒരു ഗണ്ഡ പ്രസംഗം നടത്തുമ്പോ ഇവിടെ ഇയാസുനെങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ ചങ്ങാതി, ആ ചങ്ങാതി ശറഹ് മുഹദ്ദബ് നോക്കിയിട്ട് അർത്ഥം വെച്ചു. എന്താന്നല്ലേ? അത് ശറഹ് മുഹദ്ദബിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി ജുമാ നമസ്കരിച്ചാൽ അനുവദനീയമാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറയുന്ന ഭാഗം അത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചു. വഖദിന ഖുൽബുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാ അലാ അന്നഹാ ലൗ ഹദറത് വസല്ലത്തിൽ ജുമുഅ ജാസ. ഒരു പെണ്ണ് വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് ജുമാ നമസ്കരിച്ചാൽ അത് അനുവദനീയമാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മുൻദിറിൽ നിന്ന് ആ ഇജ്മാ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അത് വായിച്ചപ്പോ ഈ മുസ്ലിയാർ അവിടെ വന്നിട്ട് ആ ശറഹ് മുഹദ്ദബ് തുറന്നിട്ട് മൂപ്പര് പറയാം, അതിന്റെ തലയിൽ വായിക്കും മൗലവി, അതിന്റെ മുകളിൽ വായിക്കും മൗലവി. എന്ത്? വഖദിന ഖുൽബുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാ. ഇബ്നു മുൻദിറിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഇജ്മാ ഉദ്ധരിക്കുന്നു. എന്ത്? ലാ ജുമുഅത അലൈഹാ, പെണ്ണിന് ജുമുഅ ഇല്ല, പെണ്ണിന് ജുമുഅ ഇല്ല, പെണ്ണിന് ജുമുഅ ഇല്ല എന്നാണ് അർത്ഥം. ലാ ജുമുഅത അലൈഹാ എന്ന് പറഞ്ഞാൽ പെണ്ണിന് ജുമുഅ ഇല്ല എന്നല്ല, പെണ്ണിന് ജുമുഅ നിർബന്ധമില്ല എന്നാണ്. സ്ത്രീക്ക് ജുമാ നിർബന്ധമില്ല, കുട്ടികൾക്ക് ജുമാ നിർബന്ധമില്ല, രോഗിക്ക് ജുമാ നിർബന്ധമില്ല, യാത്രക്കാരന് ജുമാ നിർബന്ധമില്ല. ഇങ്ങനെ ജുമാ നിർബന്ധമില്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് സ്ത്രീകൾക്ക്. ഇതിന് മൂപ്പരർത്ഥം വെക്കണം എന്താ? ലാ ജുമാഅത്ത അലൈഹ. കേൾക്കണം, ലാ ജുമാഅത്ത, ജുമാ ഇല്ല അലൈഹ, അവളുടെ മേൽ. ശരിയാണ്, ശരിയാണ്. അത് വിവരമില്ലാത്തവരെ അർത്ഥം പറയൂ, വിവരമില്ലാത്തവരെ അത് സ്വീകരിക്കൂ. പക്ഷെ അതെന്ത് എന്നറിയുന്ന, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അത് സ്വീകരിക്കില്ല. ഇതുപോലെ അലിമുല്ല അർത്ഥം വെക്കുകയാണെന്ത്? വലാ മുഅ്മിനും ബിസിഹിരിൻ. ഇതൊക്കെ മറുപടി അർഹിക്കുന്നുണ്ട്. മറുപടി പറയണം. നിങ്ങൾ പറയണം, ചെറിയ മുണ്ട സ്വർഗത്തിൽ കിടക്കോ ഇല്ലേ? അബ്ദുറഹ്മാൻ സ്വർഗത്തിൽ കിടക്കോ ഇല്ലേ? ഇമാം ബുഖാരി സ്വർഗത്തിൽ കിടക്കോ ഇല്ലേ? ഇമാം മുസ്ലിം സ്വർഗത്തിൽ പോകോ ഇല്ലേ? എന്ത്? അവർ സ്വർഗത്തിൽ പോകൂല, സിഹിർ വലിക്കുമെന്ന് പറഞ്ഞവരാണ്. നബിക്ക് ജൂതൻ സിഹിർ ചെയ്തു എന്ന ഹദീസ് ഉദ്ധരിച്ചവരാണ്. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോവുകയില്ല. ആ സിഹിർ ഫലിക്കുമെന്ന അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ലബീദ് ഇബ്നു ആസം ചെയ്ത സിഹിറിന്റെ പ്രതികരണങ്ങൾ പ്രവാചകൻ അനുഭവപ്പെട്ടു എന്ന് എഴുതി വെച്ച കാരണത്താൽ ഇവരാരും സ്വർഗത്തിൽ പോവുകയില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറയൂ. ഹദീസിൽ ഒരു കാര്യം എന്നാണ് പറയണമല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ, കടുത്ത വഞ്ചന ഇവർ നടത്തുന്നു.